വെൽക്കം ടു 7 Day Miracles ചാനൽ. നമ്മുടെ ജീവിതം പലപ്പോഴും മുൻകൂട്ടി നിശ്ചയിക്കാത്ത തിരക്കഥകൾ പോലെയാണ് അല്ലേ? ആയിരക്കണക്കിന് മുഖങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു മുഖം മാത്രം നിങ്ങളുടെ കണ്ണുകളിൽ ഉടക്കുന്നു. ഒരു നിമിഷം ഹൃദയത്തിൽ താളം തെറ്റുന്നു, കൈപ്പത്തികൾ വിയർക്കുന്നു, ചുറ്റുമുള്ള ശബ്ദങ്ങളൊക്കെ ഇല്ലാതാകും. ഇതിനെയാണ് നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ മാന്ത്രയ്ക്ക് പിന്നിൽ നിഗൂഢമായ ഒരു സയൻസ് ഉണ്ട്. നിങ്ങളുടെ ബ്രെയിൻ വെറും 200 മില്ലി സെക്കൻഡ്സിനുള്ളിൽ എടുക്കുന്ന ഒരു വലിയ തീരുമാനമാണിത്. നിങ്ങളുടെ ബോധ മനസ്സ് തിരിച്ചറിയും മുൻപേ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. ഈ ആവേശം വെറും തോന്നലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ആദ്യ കാഴ്ചയിൽ ഒരാളോട് ആകർഷണം തോന്നുമ്പോൾ നമ്മുടെ തലച്ചോറിലെ 12 ഭാഗങ്ങൾ ഒരേ സമയം ആക്റ്റീവ് ആവുന്നു. ഇതിൽ ഏറ്റവും പ്രധാനി ഡോപ്പമൈൻ ആണ്. നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം ഉണരുന്നതോടെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള സന്തോഷം തോന്നുന്നു. ഇത് ഒരുതരം ലഹരിക്ക് തുല്യമാണ്. അതിനോടൊപ്പം തന്നെ നോർഎപ്പിനെഫ്രിൻ എന്നൊരു ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഉറക്കത്തെ കെടുത്തിക്കളയുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം സത്യത്തിൽ നിങ്ങളുടെ ശരീരം സ്വയം നിർമ്മിക്കുന്ന ഒരു പ്രകൃതിദത്തമായ ലഹരിയ. ഈ ഘട്ടത്തിൽ തലച്ചോറിലെ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഭാഗമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് താൽക്കാലികമായി സ്ലോ ഡൗൺ ആവുന്നു. അതുകൊണ്ട് ആകർഷണം തോന്നുമ്പോൾ നമ്മൾ പലപ്പോഴും യുക്തിയില്ലാതെ പെരുമാറുന്നത്. നമ്മുടെ കണ്ണുകൾ വെറുമൊരു ക്യാമറയല്ല, അത് അത്യാധുനികമായ അനലിറ്റിക്കൽ ടൂളാണ്. ഒരാളെ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആദ്യം തിരയുന്നത് സിമെട്രിയാണ്. മുഖത്തിൻ്റെ ഇരുവശങ്ങളും എത്രത്തോളം ഒരുപോലെ ഇരിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തി ജനറ്റിക്കലി ആരോഗ്യവാനാണെന്ന് നമ്മുടെ ബ്രെയിൻ അനുമാനിക്കും. കൂടാതെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള കറുത്ത വട്ടം, ലിംബൽ റിംഗ് എത്രത്തോളം തെളിമയുള്ളതാണെന്നും മസ്തിഷ്കം ശ്രദ്ധിക്കുന്നു. ഇത് നമ്മുടെ യൂത്തിൻ്റെയും ഹെൽത്തിൻ്റെയും ലക്ഷണമാണ്. നിങ്ങൾ ഒരാളെ ആകർഷകമായി നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലെ പ്യൂപ്പിൾസ് വികസിക്കും. ഈ വികാസം എതിരെയുള്ള വ്യക്തിക്ക് നിങ്ങൾ അവരിൽ താല്പര്യമുള്ളവരാണെന്ന രഹസ്യ സന്ദേശം അയക്കുന്നുണ്ട്. വാക്കുകൾ പുറത്തു വരുന്നതിന് മുൻപേ നിങ്ങളുടെ കണ്ണുകൾ ഒരു പ്രണയലേഖനം എഴുതി കഴിഞ്ഞിരിക്കും. നമ്മുടെ മൂക്കിന് തിരിച്ചറിയാൻ കഴിയുന്ന എന്നാൽ ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കാത്ത ചില രാസഗന്ധങ്ങളുണ്ട്. ഇവയെ ഫെറോമോൺസ് എന്ന് വിളിക്കും. മനുഷ്യന്റെ വിയർപ്പിലും സ്കിന്നിലും അടങ്ങിയിരിക്കുന്ന ഈ രാസവസ്തുക്കൾ ഓരോ വ്യക്തിയുടെയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൈമാറുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം നമ്മുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമുള്ള ഒരു വ്യക്തിയുടെ ഗന്ധം നമ്മെ വല്ലാതെ ആകർഷിക്കും. ഇതിനെ മേജർ ഹിസ്റ്റോ കമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് എന്ന് വിളിക്കാം. വൈവിധ്യമുള്ള ജനിതക ഗുണങ്ങളുള്ള കുട്ടികൾ ഉണ്ടാകാൻ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു മുൻകരുതലായി ഇത്. അതായത് ഒരാളോട് നിങ്ങൾക്ക് വല്ലാത്ത ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അവരുടെ ജനിതക ഘടനയുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്ന അർത്ഥം. ശബ്ദം കേവലം ആശയവിനിമയത്തിനുള്ളതല്ല, അത് ആകർഷണത്തിന്റെ പ്രധാന ഘടകമാണ്. ഒരു വ്യക്തിയുടെ ശബ്ദത്തിന്റെ ആഴവും താളവും നോക്കി നമ്മുടെ ബ്രെയിൻ അവരുടെ ഹോർമോൺ നിലവാരം കണക്കാക്കും. പുരുഷന്മാരുടെ ഗാംഭീര്യമുള്ള ശബ്ദം ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സ്ത്രീകളിൽ അട്രാക്ഷൻ ഉണ്ടാക്കും. തിരിച്ചും മൃദുവായതും ഉയർന്ന പിച്ചിലുള്ളതുമായ സ്ത്രീ ശബ്ദം പുരുഷന്മാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. സംസാരിക്കുമ്പോൾ ഒരാളുടെ ശബ്ദത്തിലുണ്ടാകുന്ന വിറയലോ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ താഴ്ന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സോ എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. കേവലം ഒരു ഹലോ എന്ന വാക്കിന് പോലും നിങ്ങളെ മറ്റൊരാളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ലവ് മാപ്പ് ഉണ്ട്. കുട്ടിക്കാലം മുതൽ നമ്മൾ വളർന്ന സാഹചര്യം, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ സ്വാധീനിച്ചവർ എന്നിവരെല്ലാം ചേർന്ന് തയ്യാറാക്കിയ ഒരു മാപ്പാണിത്. നമ്മുടെ ആദ്യകാലത്തെ സ്നേഹാനുഭവങ്ങളുമായി സാമ്യമുള്ള സ്വഭാവമോ രൂപമോ ഒരാളിൽ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതാണ് നിനക്ക് അനുയോജ്യമായ ആൾ എന്ന് സിഗ്നൽ നൽകും. നിങ്ങളുടെ പഴയകാലത്തെ മനോഹരമായ ഓർമ്മകളുടെ ഒരു പ്രതിഫലനം നിങ്ങൾ പുതിയൊരാളിൽ കാണുമ്പോൾ ആ ഫെമിലിയാരിറ്റി പെട്ടെന്നുള്ള അട്രാക്ഷനായി മാറും. ഇതിനാലാണ് ചില ആളുകളെ ആദ്യമായി കാണുമ്പോഴും വർഷങ്ങളായി അറിയുന്ന പോലെയുള്ള ഒരു അടുപ്പം നമുക്ക് തോന്നുന്നത്.
സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒറ്റ നോട്ടത്തിൽ തുടങ്ങുന്ന ഈ ആകർഷണം ഒരു വലിയ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. ശരീരം നൽകുന്ന കെമിക്കൽ സിഗ്നൽസ് നിങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നു. ബ്രെയിൻ നൽകുന്ന ലഹരി നിങ്ങളെ ഒന്നിച്ചു നിർത്തും. എന്നാൽ സയൻസ് പറഞ്ഞു തരുന്ന മറ്റൊരു സത്യമുണ്ട്. ആകർഷണം തുടങ്ങുന്നത് ശരീരത്തിലാണെങ്കിലും അത് നിലനിൽക്കുന്നത് മനസ്സിലാണ്. മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഹണിമൂൺ കെമിക്കൽസ് എല്ലാം കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ രൂപപ്പെടേണ്ടത് ഓക്സിറ്റോസിൻ എന്ന സ്നേഹത്തിൻ്റെ ഹോർമോണാണ്. ബഹുമാനവും വിശ്വാസവും കരുതലും ചേരുമ്പോഴാണ് വെറുമൊരു നോട്ടം ഒരു വലിയ ജീവിതകാലത്തെ പ്രണയമായി മാറുന്നത്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ ഓർക്കുക, അത് നിങ്ങളുടെ ശരീരം പാടുന്ന ഒരു പ്രണയഗീതമാണ്. ആ ഗീതം ആസ്വദിക്കൂ. അതിനെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ബന്ധമാക്കി മാറ്റുക. ആരെങ്കിലും നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കമാണ്. ആ തിളക്കം കെട്ടുപോകാതെ സൂക്ഷിക്കുക. ശാസ്ത്രത്തെ അറിയുക, വികാരങ്ങളെ മാനിക്കുക, ജീവിതത്തെ പ്രണയിക്കുക. വരാനിരിക്കുന്ന ഓരോ നിമിഷവും പുതിയൊരു അത്ഭുതമായിരിക്കട്ടെ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ. ലവ് യുവർ സെൽഫ് ആൻഡ് ലവ് ദി വേൾഡ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.